400 kV നഷ്ടപരിഹാര പാക്കേജിലെ ഗവൺമെന്റിന്റെ ഏകപക്ഷീയ തീരുമാനത്തിനെതിരെ അയ്യൻകുന്ന് പഞ്ചായത്തിലെ കർഷകർ പ്രതിഷേധിച്ചു. അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ചൻ പൈമ്പള്ളിക്കുന്നിലിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന പ്രതിഷേധ യോഗത്തിൽ പഞ്ചായത്തിലെ നിരവധി കർഷകർ പങ്കെടുത്തു. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ തോമസ് വർഗീസ്, പഞ്ചായത്ത് അംഗങ്ങളായ ലിസി തോമസ്, മിനി വിശ്വനാഥൻ, സിബി വാഴക്കാലയിൽ, ആക്ഷൻ കമ്മിറ്റി കൺവീനർ ബെന്നി പുതിയാമ്പുറം എന്നിവർ സംസാരിച്ചു. വൈദ്യുതി മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന നഷ്ടപരിഹാര പാക്കേജ് അംഗീകരിക്കില്ലെന്നും ന്യായമായ വില ലഭിക്കുന്നതുവരെ സമരവുമായി മുൻപോട്ടു പോകാൻ കർഷകർ ഏകകണ്ഠമായി തീരുമാനിച്ചു. വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾക്കനുസരിച്ച് അന്ന് ലാസ്റ്റ് വരെ നമ്മളവിടെ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം, ഇതിനകത്ത് പോയിട്ടുള്ള കാര്യങ്ങൾ ഇതായിരുന്നു. ഒന്ന്, ടവർ നിൽക്കുന്ന സ്ഥലത്ത് ഫെയർ വാല്യൂവിന്റെ 10 ഇരട്ടി നഷ്ടപരിഹാരം നൽകണമെന്നും, അതുപോലെ തന്നെ ലൈൻ കടന്നു പോകുന്നവർക്ക് ഫെയർ വാല്യൂവിന്റെ 5 ഇരട്ടി നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വീട് നഷ്ടപ്പെടുന്നവർക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് വീടിന്റെ 2500 രൂപ നിരക്കിൽ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നെ ഇത് കൂടാതെ നമുക്കറിയാം, നമ്മളെല്ലാം പഞ്ചായത്തിൽ നമുക്കിപ്പോൾ നമ്മൾ ഈ ലൈൻ കടന്നു പോകുന്ന ഭാഗത്ത് നമുക്ക് പ്രധാനപ്പെട്ട 2 റോഡുകൾ കടന്നു പോകുന്നതാണ്. ഒന്ന് മലയോര ഹൈവേ കടന്നു പോകുന്നുണ്ട്, 12 മീറ്റർ വീതിയുള്ളത്. അതുപോലെ നമ്മുടെ ഇടവ് ചെങ്ങടവ് KSTP റോഡ് കടന്നു പോകുന്നത് കാണാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനെ വില്ലേജിൽ നിന്ന് അത് അളന്ന് അതിനകത്ത് എത്രയൊക്കെയാണെന്ന് വിവേചനങ്ങൾ എത്രയൊക്കെയാണെന്നുള്ളത് കുറച്ച് അളന്ന് തിട്ടപ്പെടുത്തി അത് നമ്മളെ കൊണ്ട് അറിയിച്ച് ഇത്രയൊക്കെയാണ് എൻ്റെ പറമ്പിലുള്ളത്. ഇപ്പം 150 റബ്ബറുണ്ട്, അല്ലെങ്കിൽ 100 തെങ്ങുണ്ട്, അതിലുണ്ട്. അത് ഓരോന്നായി നമ്മൾ എഴുതി മദ്രസ തയ്യാറാക്കി നമ്മൾ ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ അത് ഫൈനലാകൂ. ഇതിപ്പോൾ നമുക്ക് ചർച്ചയ്ക്ക് വേണ്ടി നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയാണ് കിട്ടുന്നതിനെ കുറിച്ച് റഫായിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ അതുപോലെ ഇതിനകത്ത് മാറ്റങ്ങൾ വരുമെന്ന് നമ്മുടെ എഞ്ചിനീയർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ. SSLC+2 ശേഷം ഏത് കോഴ്സ്? ഉയർന്ന ശമ്പളത്തിൽ ഉടൻ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ പഠിക്കൂ ആയുർക്ഷേത്രയിൽ. ആയുർക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോഴ്സ് ഡോക്ടർമാരുടെയും ട്രെയിനർമാരുടെയും നേതൃത്വത്തിലുള്ള ക്ലാസുകളിലൂടെ പഠനത്തിൽ പിന്നിലായവരുടെയും അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കുന്ന ട്രെയിനിംഗ് സംവിധാനം. അഡ്മിഷൻ എടുത്ത് 7ാം മാസം മുതൽ 7000 രൂപ മുതൽ 20,000 രൂപ വരെ മാസം സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നു. കുറഞ്ഞ ഫീസ് തവണകളായി അടയ്ക്കാം. ഇതിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പഠിക്കാൻ അവസരം. ആയുർക്ഷേത്ര ഇന്ത്യയിലും വിദേശത്തുമായി 530-ലധികം ആശുപത്രികളുമായി സഹകരണമുള്ളതിനാൽ ക്യാമ്പസ് ഇന്റർവ്യൂകളിലൂടെ ഉറപ്പായി ജോലി നൽകുന്നു. 4500-ലധികം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ എല്ലാവർക്കും ജോലി നൽകിയ സ്ഥാപനം. കൾച്ചറൽ ഡേ, സ്പോർട്സ് ഡേ, സ്റ്റഡി ടൂർ, സെമിനാർ, ഫിനിഷിംഗ് സ്കൂൾ, ക്യാരക്ടർ ഡെവലപ്മെന്റ് ക്ലാസുകൾ എന്നിവയിലൂടെ ആയുർക്ഷേത്രയിലെ വിദ്യാർത്ഥികളെ മുൻനിരയിലെത്തിക്കുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അഡ്മിഷൻ UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്. 115-ലധികം വർഷത്തെ ആയുർവേദ പാരമ്പര്യമുള്ള ആയുർക്ഷേത്രയിലെ അഡ്മിഷനായി ഉടൻ ബന്ധപ്പെടൂ. ആയുർക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോളേജ് കേരളത്തിൽ 5 ക്യാമ്പസുകൾ: ചേർത്തല, ഇരിട്ടി, കണ്ണൂർ, കേരള ഗവൺമെന്റ് SAP ക്യാമ്പസ്, പെരിന്തൽമണ്ണ, അങ്കമാലി, തിരുവനന്തപുരം. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.